ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കൂട്ടുകാരി ബ്ലോഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ബീഫ് അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, ബീഫ് മസാലയും മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്തൊന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് ഒരു ഗ്രേവിയൊക്കെ പിടിക്കുന്ന രീതിയിൽ എടുക്കുക. അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. തേയില എന്തിനാണ് ഇടുന്നതൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മൾ ഷോട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയണേ കയറി നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് ഒരു പകുതി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് മൂന്നും കോരി നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കുക. മാക്സിമം വെള്ളമില്ലാതെ വെച്ചാൽ മതി. അതിലെ വെള്ളം ഇറങ്ങിയിട്ട് ഇതായിക്കോളും. ഞാൻ വെച്ചപ്പോൾ വെള്ളം അര ഗ്ലാസ് ഒഴിച്ചു. എനിക്ക് അറിയില്ലായിരുന്നു, അത് ഇച്ചിരി വെള്ളം അതിൽ വന്നു. അങ്ങനെ ഇല്ലാതെ നമുക്കിത് ആ വെളുത്തുള്ളി ഇഞ്ചി വറുത്ത് കോരി എണ്ണയിലേക്ക് തന്നെ ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ബീഫ് വറുത്ത എണ്ണയിലേക്ക് വീണ്ടും നമ്മുടെ ഈ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇപ്പം വറുത്ത് പൊരിച്ച ബീഫിനെ ഒന്നുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മിക്സ് എല്ലാം അതിലേക്കൊന്ന് പിടിക്കണം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സ്മെല്ലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കായപ്പൊടിയാണ്. അച്ചാറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണല്ലോ കായപ്പൊടി. ഇനി നമ്മുടെ കായപ്പൊടി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് വെള്ളമില്ലാത്ത പാത്രം വെച്ച് എത്ര നാൾ വെള്ളം ഇരിക്കും. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.